എന്താ? കാൽക്കുലേഷൻ അല്പം തെറ്റിപ്പോയി. ആശാനും ചൂടിൽ വരുവാണെന്ന് അറിഞ്ഞില്ല. ചൂടും പോലെ കൊടും ചൂടായിപ്പോയി. അല്ല, നരേന്ദ്രൻ സാറിന്റെ ഉടക്ക് ഇനി ബർത്ത്ഡേ എന്ന് മാറിക്കളയുവോ? ഏയ്, ഒരിക്കലും പറ്റില്ല. എടി, ഭർത്താവിന്റെ വിധിയാണ് ശകുന്തള, ഭർത്താവിന്റെ വിധി. ബുദ്ധിമതിയായ ഭാര്യ വിചാരിച്ചാൽ ഏത് ഭർത്താവിന്, ഏത് കൊല കൊമ്പനായ ഭർത്താവിനെ കൊണ്ടും മൂക്ക് കൊണ്ട് ഇച്ഛ വരപ്പിക്കാം, ഇച്ഛ. അപ്പൊ അവിടുത്തെ ഉടക്കിൽ നമുക്കധികം പേടിക്കാനില്ല. അധികമല്ല, ഒട്ടും പേടിക്കണ്ട കേട്ടോ. കാര്യങ്ങള് നമ്മൾ വിചാരിച്ച കടവിലെത്തും. സത്യം? സത്യം, ഡബിൾ അല്ല, ത്രിബിൾ സത്യം. നാത്തൂനെ, ഇത് ഇനി ഞാൻ കഴിവെച്ചോളാം. നാത്തൂൻ പോയിക്കോ. നരേട്ടാ, 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 നരേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? വന്നേ. ഞാൻ വരാം. അത് ശരി, പിണക്കം മാറിയില്ല അല്ലേ? ഒന്ന് പോകുന്നുണ്ടോ നീ? ഇല്ല, പോകുന്നില്ല. നരേട്ടനെ കൊണ്ടേ പോകുന്നുള്ളൂ. നരേട്ടാ പ്ലീസ്, ഞാൻ ഇനി എല്ലാം ശ്രദ്ധിച്ചോളാം. പ്ലീസ് വന്നേ. തെറ്റിയതിട്ട നരേട്ട എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നു? എനിക്ക് കരയാനും കാര്യം പറയാനൊക്കെ നരേട്ടനല്ലേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. ഭർത്താവിനും കരയും കാര്യം പറയും ഒക്കെ വേണം. അതിനൊരു അവസരം ഇങ്ങോട്ടും തരണം. ഭർത്താക്കന്മാരെ വീടിനേക്കാൾ പുറം ലോകം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഭാര്യമാരാ. അതുപോലെ തന്നെയാ മറിച്ചു. അല്ല, അതിനിപ്പോ ഞാനിപ്പോ നിന്റെ ഈ അഭിനയൊന്നും എന്നോട് വേണ്ട. നരേട്ടൻ എന്താ പറഞ്ഞ? അഭിനയൊന്നോ? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞ്. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കയറിയപ്പോ നീ നടത്തിയത് അഭിനയമായിരുന്നില്ലേ? അതുപോട്ടെ, മറ്റുള്ള ശല്യങ്ങളിൽ നിന്ന് ഭർത്താവിന് ആശ്വാസം കൊടുക്കേണ്ടവളാ ഭാര്യ. അവളൊരു ശല്യക്കാരി ആവരുത്. എപ്പോഴും കുറ്റം പറയുന്ന ഭാര്യ, ഒന്നിലും തൃപ്തിയില്ലാത്ത ഭാര്യ, ഒരേ കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം പറയുന്ന ഭാര്യ, ആവശ്യമില്ലാതെ കരയുന്ന ഭാര്യ, എല്ലാത്തിനും കയർക്കുന്ന ഭാര്യ, ചിരിക്കാത്ത ഭാര്യ, എപ്പോഴും കുറ്റം പറയുന്ന ഭാര്യ, സ്വന്തം കുറ്റം ഭർത്താവിൽ വെച്ച് കിട്ടുന്ന ഭാര്യ, തന്റെ ഭാഗം മാത്രം ന്യായീകരിക്കുന്ന ഭാര്യ, ദയവില്ലാത്ത ഭാര്യ. ഇങ്ങനെയുള്ള ഭാര്യമാർ ഭരിക്കുന്ന വീട് മുടിഞ്ഞു മുരടിച്ചു പോകുമെന്ന അറിവുള്ളവർ പറയുന്നത്. അത് അത്യാവശ്യ. അപ്പൊ ഞാൻ നീ ഇങ്ങനൊരു ഭാര്യയാണെന്നല്ല, ഇങ്ങനൊന്നും ആകരുത്. അതാ ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ നരേട്ടനെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ടോ? എപ്പോഴും ഞാൻ ഓരോന്ന് ആവശ്യപ്പെടുന്നൊക്കെ? അതല്ല ഞാൻ പറഞ്ഞത്. സമയവും സന്ദർഭവും നോക്കി പെരുമാറണം. ഇന്നിപ്പോ ഓഫീസിലെ വലിയൊരു ഭാരവും തലയിൽ ഞാൻ വന്നത്. ഇവിടെ വരുമ്പോ പ്രശ്നം എന്താണെന്ന് നീ ചോദിക്കും, ഞാൻ കാര്യം പറയും. പോട്ടെ, സാരമില്ലാന്ന് നീ ആശ്വസിപ്പിക്കും, എനിക്കൊരു റിലീഫ് ആവും. പക്ഷെ ഇവിടെ വരുമ്പോ കുറച്ച് ഭാരം കൂടെ എന്റെ നെഞ്ചിലോട്ട് വെക്കാൻ നോക്കിയിരിക്കാൻ പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാ. കുറച്ച് സമയത്തൊക്കെ എങ്ങോട്ടെങ്കിലും മാറിയിരിക്കാൻ തന്നെയാ തുടങ്ങിയ. പക്ഷെ അറിവില്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ശരി, ക്ഷമിച്ചിരിക്കുന്നു. ഒരപേക്ഷ. കാര്യം പറ. ഇനി ഈ ഇടയ്ക്കൊന്നും ഞാൻ ഇതുപോലെ പറയില്ല. എന്താണെന്ന് പറ. ബർത്ത്ഡേ വേണ്ട, വേണ്ട, ബർത്ത്ഡേ വേണ്ട. ശരി, സമ്മതിച്ചിരിക്കുന്നു. വേണ്ട.
ഞാൻ ഒന്ന് തൊട്ടോട്ടെ. അയ്യോ. ആ അപ്പൊ താണ്ടെ ഇൻവിറ്റേഷൻ കാർഡിന്റെ മോഡൽ ഇങ്ങനെ ആയിരിക്കണം. ഇവിടെ ആദരമോളുടെ പടം വരും, പിന്നെ താണ്ടെ അകത്ത് മാറ്റർ വരും. അല്ല ഒടിക്കേ, ഈ കല്യാണത്തിനൊക്കെ അല്ലേ ക്ഷണക്കത്ത്, ഇതിപ്പോ ആ ചേച്ചി അതൊക്കെ പണ്ട്. ഇപ്പൊ താണ്ടെ ഏതൊരു ഫംഗ്ഷനും കാർഡ് ഒരു പ്രധാന ഐറ്റമാണ്. കാർഡിന്റെ തിളക്കത്തിലാ ഫംഗ്ഷന്റെ വെയിറ്റ് തീരുമാനിക്കുന്നത്. നമുക്ക് താണ്ടെ ലെറ്റർ ഒക്കെ ഇവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ ടൈപ്പ് ചെയ്യണം. അല്ല അതൊരുപാട് ദൂർത്ത് പോലെ ഈ ആർഭാടം. ചേച്ചി ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഷോ, തിളക്കം. തിളക്കത്തിനും ഷോയ്ക്കുമാണ് ഇവിടെ കയ്യടി. നമ്മള് കാലത്തിനൊപ്പിച്ച് നീങ്ങണം. പിന്നെ ഈ ബർത്ത്ഡേ കാർഡ് നമുക്ക് അയച്ച് തന്നെ ക്ഷണിക്കണം, അതും കൊറിയറിൽ. എന്തിനാണെന്നറിയോ? പോസ്റ്റ് ഓഫീസിലൂടെ കൈപ്പറ്റുന്ന കത്തിനേക്കാൾ ഡിമാൻഡാണ് കൊറിയറിലൂടെ കൈപ്പറ്റുന്ന കത്തിന്. എല്ലാം കൂടി ബഡ്ജറ്റ് വല്ലാതെ കൂടില്ലേ ഓടിക്ക്? ആ ചേച്ചി ദേ കാശിന്റെ കാര്യം വിട്, നമുക്ക് ഫംഗ്ഷൻ അടിപൊളിയാക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കാം. എന്ത്? അല്ല, അവിടെ കൊണ്ടുപിടിച്ച ബർത്ത്ഡേ മേളം തുടങ്ങാൻ പോവാണ്. ഇവിടെ സതിക്കുഞ്ഞൊന്നും അറിയുന്നില്ലേ? നാട്ടിൽ നിന്ന് വരട്ടെ. സതിച്ചേച്ചിയോട് കാര്യങ്ങൾ കാര്യകാരണ സഹിതം പറഞ്ഞു മനസ്സിലാക്കണം. ബർത്ത്ഡേ ആഘോഷത്തിന്റെ പ്രസക്തി. ഇങ്ങനെ ഒരു ആഘോഷം നടത്തി കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് എത്ര കിട്ടും കമ്മീഷൻ? ഏത് അദ്ദേഹത്തിന്? ഭർത്താവ് അദ്ദേഹത്തിന്. ഏയ് ഇതൊരു സേവനമല്ലേ? സേവനമായിട്ട് ഓടിക്കച്ചേട്ടൻ ഇതിനെ കാണുന്നത്. അത് തന്നെ, ഈ സേവനത്തിന് കൂലി എത്ര എന്നാ ചോദിച്ചത്. ഒന്ന് പോ ചേച്ചി. അവിടെ ബർത്ത്ഡേ ആഘോഷത്തിന് നാടടച്ച് വിളിക്കുവാ. ആണോ? ആ ആ പിന്നെ മാനവനഗർ ഹൗസ് നമ്പർ 58 അവരെ വിളിക്കണം. ആ അതെ അതെ, അവരെ പ്രത്യേകിച്ച് വിളിക്കണം. ഇത്തിരി ജാടയും തലക്കനും ഒക്കെ ഉണ്ട്. അവർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുള്ളൂ എന്ന്. ആ, ആ, ഷീബ മാത്യു, ഹൗസ് നമ്പർ 58. ആ മിസസ് ഗോപിനാഥനെ വിളിക്കണം. അയ്യോ പിന്നെ വേണം. അവര് നമ്മളോട് ഒത്തിരി പുച്ഛമുള്ളവരാണ്. അവരെ എന്തായാലും വിളിക്കണം. ഷീബ മാത്യൂസ്. ഗോപിനാഥ്. എല്ലാം കൂടി ഇപ്പൊ 120 പേരായി. ആ, അതിനിപ്പോ എന്ത്, നമുക്കൊരു 500എങ്കിലും ദഹിക്കണം അല്ലേ? ആ, 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 ആ. അളിയേ, അളിയന്റെ ഓഫീസിൽ എല്ലാരും വിളിക്കണം. ആ. വേണം വേണം അത് വേണം. വേണം. വരട്ടെ. നരേട്ടനെ നോക്കിയിരിക്കായിരുന്നു. വാ. നരേട്ട, ഓഫീസിലാകെ എത്ര സ്റ്റാഫാ? എന്തിനാ? ഓ ഈശ്വരാ, ഏത് കാര്യം തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാതെ നരേട്ടൻ പറയാറില്ല. എന്തിനും ആയിക്കോട്ടെ, ആകെ എത്രയുണ്ട് സ്റ്റാഫ്? 60 പേരുണ്ട്. എന്താ? ആ 60 അല്പം കുറഞ്ഞു പോയി കേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പുറത്തും ഇപ്പുറത്തുള്ള ഓഫീസിൽ നിന്നൊക്കെ കുറെ ആൾക്കാരെ ഇറക്കാം. അത് തന്നെ, ആള് കുറഞ്ഞു പോയി ആൾക്കാര് കണ്ടാ പറയരുത്. കല്യാണം മുതൽ ബർത്ത്ഡേ വരെ ആൾക്കാരുടെ എണ്ണം കണ്ടാ മാർക്കിടണേ. ലീലാവതി, ഞാൻ പറഞ്ഞു നമ്മുടെ മോളുടെ ബർത്ത്ഡേ നമ്മുടെ മാത്രം ചടങ്ങാണ്. അയ്യേ ശ്ശെ. അല്ല നരേട്ട, ഈ നരേട്ടന് നാട്ടുകാരുടെ മുമ്പിൽ സ്വയം കൊച്ചായാലേ സമാധാനാവൂളല്ലേ? ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, നാട്ടിൽ ട്രെൻഡുകൾ മാറി മാറി വരിക. ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത് പുതിയ ലൈഫിന്റെ മുഖമാ. ഒരു പാർട്ടി, ഒരു കൂട്ടായ്മ. ഞാൻ തുറന്നു പറയാം, ഇപ്പോഴത്തെ പാർട്ടി കൂടുകയെന്ന് വെച്ചാ അത് കുടിക്കാൻ വേണ്ടി മാത്രമുള്ള കൂട്ടായ്മയായി മാറിക്കൊണ്ടിരിക്കുക. മക്കളോടൊപ്പം ഇരുന്ന് കുടിക്കാന്ന് വെച്ചാ വലിയ ക്രെഡിറ്റായി മാറുന്ന കാലം ഇത്. മനസ്സിൽ വികാസം ഉണ്ടാക്കുന്ന ഒന്നും മിക്ക ഗെറ്റ് ടുഗദർ പാർട്ടിയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആദ്യം കൂട്ടായ്മ വീട്ടിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ അയൽപ്പക്കത്തുള്ള 5-6 പേരൊക്കെ വിളിച്ച് അവരോടൊപ്പം ഇരുന്നൊരു സദ്യ. എന്റെ നരേട്ടാ, പായസം പപ്പടവും പുളിശ്ശേരിയും കൂട്ടിയുള്ള സദ്യ ഇപ്പൊ ആർക്കും വേണ്ട. ആര് പറഞ്ഞു ആർക്കും വേണ്ടെന്ന്? എനിക്ക് വേണം. ഇവിടെ അങ്ങനെയുള്ള സദ്യയും പാർട്ടിയൊക്കെ മതി. കുടിക്കാനും കൂത്താടാനുള്ള ലൈസൻസ് എടുത്ത് എന്റെ മോളുടെ ജന്മദിനം ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനി പറയാൻ വേണ്ട. എന്തായി? കൂട്ടായ്മയൊക്കെ ഷോയും ജാടയാണെന്ന്. അയ്യോ അല്ല, ഷോ അല്ല. ഞാൻ പറയാം, ഞാൻ അളിയനോട് പറയാം. നാത്തൂനെ വൈഡ് പബ്ലിസിറ്റിയാ കൊടുത്തിരിക്കണേ. വൈഡ് പബ്ലിസിറ്റി. അതെ, സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, അളിയന് കൈക്കൂലി കൊടുത്താൽ ചിലപ്പോ കാര്യം നടക്കും. അത് ശരിയാ. വെറുതെ ഇരിക്ക് സുഗുണ. നാത്തൂനെ ലത ചേച്ചി പറയാറില്ലേ, കാര്യം കാണാനായിട്ട് പെണ്ണുങ്ങൾക്ക് ഭഗവാൻ തന്നിട്ടുള്ള ആയുധമാണ് കരച്ചിലെന്ന്. ആ അത് തന്നെ. വെണ്ണ ഉണ്ടെങ്കിൽ നർമ്മ വേറിട്ട് കരുതണം. കരച്ചിലുണ്ടെങ്കിൽ പിന്നെ കാല് പിടുത്തവും കയ്യാങ്കളി ഇല്ലാതെ കാര്യം നേടിക്കൂടെ? അപ്പൊ ഒന്നും കൂടി കരയല്ലേ? പിന്നെ കറിയങ്ങോട്ട്
ചെല്ല്. പോയി കരേ. അറിയ അങ്ങോട്ട് ചെല്ല്. നരേന്ദ്ര സാറിന് ഒരു ഉറപ്പ് കിട്ടുന്നില്ല ബർത്ത്ഡേ വേണോ വേണ്ടയോ എന്ന്. ആ ഒരു സംശയത്തിലാണ് ആദർശ കുറ്റബോധം. ആദർശ കുറ്റബോധോ? ആദർശ കുറ്റബോധം എന്ന് വെച്ചാ ആദർശത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറ്റബോധം. നാടടച്ചു ഒരു പിറന്നാൾ ആഘോഷം വേണോ, അത് ശരിയാണോ എന്ന ചിന്ത ഒരു വശത്ത്, ലീലാവതി കുഞ്ഞിന്റെ നിർബന്ധമൊക്കെ കൂടി ഉള്ളതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥ മറുവശത്ത്. ആകെ സംഘർഷഭരിതമാണ്, സംഘർഷഭരിതം. നരേട്ടന് തീരെ താല്പര്യമില്ല. ഇതൊക്കെ ആർഭാടമാണെന്ന് നരേട്ടൻ പറയുന്നു. ആണ്, ആർപ്പാടം തന്നെയാണ്. ആർപ്പാടാക്കാൻ വേണ്ടിട്ടല്ലേ ഈ ഈവന്റ് ഓടിക്കെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്റെയും ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം. നല്ല കളർ ലൈറ്റ് ഒക്കെ ഇട്ട് പായസമൊക്കെ വെച്ച്. ആര് നടത്തും? അല്ല, അതാണ് പ്രശ്നം. 10-100 രൂപയായി പോവല്ലേ? 50 രൂപ മതിയാവും. ആ, നമുക്ക് കളർ ലൈറ്റ് ഒക്കെ ഇട്ട് 10-100 പേർക്ക് ബൊഫേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു 10-25 രൂപ തിരിച്ചു തരാനും പറ്റും. തിരിച്ചൊന്നും തരണ്ട. അയ്യേ. അത് ശരി, നമ്മളെ കോനടിച്ചാണല്ലേ എന്തടിച്ചത്? വട്ടടിപ്പിച്ചത്, പറ്റിപ്പ്. എനിക്കറിയാം, 10-250 രൂപയെങ്കിൽ ആവും. 250 കുലുവയാ എഴുതി. എടാ, ലീലാവതി ചേച്ചി 20,000 രൂപയാണ് ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ചെലവാക്കുന്നത്. 20,000 രൂപയാ? ഓരോരുത്തര് 5-10 ലക്ഷം രൂപയാണ് ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി വാരിക്കോരി ചെലവാക്കുന്നത്. അവരുടെയൊക്കെ കുപ്പിക്ക് ചെലവാകുന്ന തുക മതി നമുക്ക് ഒരു വർഷം സുഖമായിട്ട് ജീവിക്കാൻ. എന്തായാലും അത്രയൊന്നും ആർഭാടം വേണ്ട. എന്നാ തീരെ കുറയ്ക്കാൻ വേണ്ട. ഒരു ഇടത്തരം, അതായത് ഒരു മീഡിയം. എപ്പോഴും മീഡിയത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. അതിരിക്കട്ടെ, ഗസ്റ്റുകൾ എത്ര വേണം? അത് എത്രയാണെന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ, എവിടുന്ന്, അതൊന്നും അറിയണ്ട. അടിപൊളി ഗസ്റ്റുകൾ നിരയായിട്ട് വന്ന് നിൽക്കും. ഗിഫ്റ്റ് തരും, ഹാപ്പി ബർത്ത്ഡേ പാടും. അല്ല, ഇതെല്ലാം കൂടെ 100 രൂപയായിരുന്നെങ്കിൽ ഞാനും ആലോചിക്കായിരുന്നു ഒരു ഹാപ്പി ബർത്ത്ഡേ. ഏതായാലും ശരി, ഈ നഗറിലുള്ള എല്ലാരും ഞെട്ടണം. ഞെട്ടും. ഉക്കറിനൊരു വെടിക്കെട്ട് കൂടി നമുക്ക് അറേഞ്ച് ചെയ്യാം. ഞെട്ടി കഴുത്തുളുക്കും. എല്ലാം കൊണ്ടും ബർത്ത്ഡേ അടിപൊളി തന്നെയല്ലേ ചേച്ചി? ബർത്ത്ഡേ മഹോത്സവമാക്കാൻ വേണ്ടിയേ ഇവിടെ ചേട്ടൻ അധ്വാനത്തോട് അധ്വാനവാ. ഓമനക്കുട്ടന്റെ ബർത്ത്ഡേ വന്നാൽ എങ്ങനെയാ അങ്ങനെ ഒരു മട്ടാ? നരേട്ടന് എന്തോ ഒരു പൂർണ്ണ സമ്മതം വരുന്നില്ല. ചിലപ്പോ നല്ല സന്തോഷം, ചിലപ്പോ ഒരു ഇഷ്ടക്കേട്. എല്ലാം മാറും ചേച്ചി, നോക്കിക്കോ. ഇതങ്ങോട്ട് കഴിയട്ടെ. നാട്ടിലുള്ള സർവ്വജനങ്ങളും ലീലാവതി ചേച്ചിയുടെയും നരേന്ദ്രൻ സാറിന്റെ മാഹാത്മ്യം പറയും. ആ സമയത്ത് പക്ഷേ ഈ പാവങ്ങളെ മറന്നു പോരുതേ. അതൊന്നുമില്ല. പക്ഷേ നരേട്ടനും കൂടി ഒരു പൂർണ്ണ ഉത്സാഹം വന്നെങ്കിൽ മതിയായിരുന്നു. ഹോളിനും ഹോളലങ്കാരത്തിനും ഒക്കെ കൂടി 25,000 രൂപയോ? ഫുഡ്, സ്റ്റേജ്. സാറേ, ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറവാ. അതുമല്ല, നമുക്ക് ബർത്ത്ഡേ നടത്താൻ 10-50 മക്കളൊന്നുമില്ലല്ലോ. ആകെ ഒന്ന് 50 മക്കൾക്ക് സാധാരണ രീതിയിൽ നടത്തുന്ന ഇതിനേക്കാൾ ലാഭം. ദാണ്ടെ സാറേ, മക്കളെ കാര്യത്തിൽ ഒരിക്കലും കണക്ക് പറയരുത്. നമ്മുടെ കുട്ടിയല്ലേ ആതിര, ദാ സ്കൂളിലെ കുട്ടികളെ ക്ഷണിക്കാൻ കത്തുമായിട്ട് പോയിരിക്കുക. അല്ല, കാശുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് 10,000 രൂപ. അല്ല, ഇനിയിപ്പോ ദിവസങ്ങളും ഇല്ല. 10,000 രൂപയോ? ഓ, അഡ്വാൻസ്. നരേട്ടൻ ഇങ്ങ് വന്നേ. അല്ല, വന്നേ. കഷ്ടം. അല്ല, ഈ 10,000 അത്രയും വേണം. എന്താണ് നരേട്ടന് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സ്വയം കൊച്ചായി പറ്റുള്ളല്ലേ? കാശ് കയ്യിലില്ലാത്തപ്പോ കടം വാങ്ങി ദൂർത്തടിക്കാന്ന് പറയുന്നതല്ലേ കൊച്ചാകൽ. ലീലാവതി, ദേ നോക്ക്, ഇന്ന് നമ്മൾ 25,000 രൂപ ചെലവാക്കി ബർത്ത്ഡേ ആഘോഷിക്കും. നാളെ അത് 50,000 രൂപയാവും. നരേട്ടൻ ആദ്യം ഈ രൂപ പൈസ കണക്ക് പറച്ചിൽ നിർത്തണം. നമ്മളൊരു വലിയ കാര്യത്തിന് ഇറങ്ങിയേക്കുക. അതെ, മഹത്തായ കാര്യമാണല്ലോ. കളിയാക്കുവാണോ? നമ്മുടെ മോളുടെ കാര്യം നമുക്ക് മഹത്തായ കാര്യം തന്നെയാ. മോൾക്ക് വേണ്ടി 50,000 രൂപ ചെലവാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ദേ പ്ലീസ്, നമ്മൾ എന്തായാലും കാശ് ചെലവാക്കുന്നു, അത് പറഞ്ഞു കരഞ്ഞുകൊണ്ടാവരുത്. 10,000 രൂപ കൊടുക്കാന്ന് ഞാനങ്ങ് സമ്മതിക്കാൻ പോവാ. എച്ചി കണക്ക് പറയരുത്. വരും. അതെ, എന്തായി? കാശ് തരും, നാളെ തന്നെ കാശ് തരും. ഏത് ബാങ്കില് കാശ് വിത്ഡ്രോ ചെയ്യണം എന്നായിരുന്നു നരേട്ടനൊരു സംശയം. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്യല്ലേ. ഷാമേനും പാത്രങ്ങളൊക്കെ നാളെ എത്തിക്കാം. അപ്പൊ കാശെടുത്ത് വെച്ചിരുന്ന ഞാൻ നാളേക്ക് വരാം. അടിച്ചു പൊളിക്കണം നമുക്ക്.